നിൽക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതോ. അയ്യോ, എന്നാലും അവക്ക് എങ്ങനെ തോന്നി എന്നെ കളഞ്ഞിട്ട് വേറൊരുത്തനെ കെട്ടിക്കൊണ്ട് പോവാ? സിസ്റ്ററേ, സിസ്റ്ററേ, എന്തിനാ ഏത് നേരം കിടന്ന് വിളിക്കുന്നത്? വയറ് നോവുന്നു സിസ്റ്ററെ, എന്തെങ്കിലും കൊണ്ട് തരുവോ? ആ വേണം വേണം, പ്രേമമാണ് മണ്ണക്കട്ട എന്ന് പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളുടെ പുറകിന് പോകുമ്പോ വേണം. വിഷം അടിച്ചെങ്കിലേ അങ്ങ് അനുഭവിച്ചു. ഇതെന്നെ വേണം. ഞാൻ വിഷമല്ലേ അടിച്ചോളൂ, അല്ലാതെ ഇവിടുത്തെ ഡോക്ടർ ഗംഗാധരനെ ഞാൻ കയറി അടിച്ചിട്ടില്ല. ചുമ്മാ എന്റെ അടുത്ത് കിടന്നിങ്ങനെ ദേഷ്യപ്പെടാൻ. സിസ്റ്ററേ, എന്താണോ വയറ് ചൂടെടുക്കുന്നു സിസ്റ്ററെ. എനിക്ക് അതിന്റെ മേളിലെ 2 ഓംലെറ്റ് അടിക്കും. അയ്യോ അയ്യോ, എനിക്ക് വയറ് കത്തുന്നേ. അവളും അവനും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ഞാൻ ഇന്നലെ മുതൽ ഇവിടുത്തെ സർജനാടി. സർജനല്ല, ഷർദിലോട് ഷർദിലെന്നാ പറഞ്ഞ. നീ എന്താടി ഇവിടെ? ഞാൻ ചേട്ടനെ നോക്കി വന്നതാ. പ്രേമിച്ച് ചതിച്ചിട്ട് പോയിട്ട് ഏതോ ഒരുത്തനെ കെട്ടിയിട്ട് അവളിപ്പൊ എന്നെ ഫോളോ ചെയ്ത് വന്നേക്കുവാ. ചേട്ടനെ കാണാൻ വന്നതാണ്. ഞാൻ നിന്നെ കാണാനൊന്നും വന്നതല്ല, എന്നെ കെട്ടിയ ചേട്ടനെ കാണാൻ വന്നതാ ഞാൻ. എവിടെ നിന്റെ കെട്ടിയോയി? അതാ ഞാനും നോക്കുന്ന എന്ത് ചെയ്യുന്നു. കണ്ട ഒരാഴ്ച പോലും ആയില്ല കല്യാണം കഴിഞ്ഞിട്ട് അവനെയും കളഞ്ഞു. എവള് നീ കളയുമോടി, നീ കളയൂ. അതാണോ ഞാനിപ്പോ പറഞ്ഞത്? എടാ, ഞാൻ ഈ ഫയൽ വാങ്ങിക്കാൻ പോയിട്ട് വന്നപ്പോ ഡോക്ടർ പറഞ്ഞു 19 നമ്പർ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്നപ്പോ ഇവിടെ ഒന്നും കാണുന്നില്ല. അവൻ വരണം, അവൻ വരണം. അവന്റെ അടുത്ത് നമ്മളെ എല്ലാ കഥയും ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനൊന്നും പറയല്ലടാ. ഒറ്റൊരുത്തി കാരണമാണ് ഞാൻ ഇവിടെ വിഷമടിച്ച് ഇങ്ങനെ വന്ന് കിടക്കേണ്ടി വന്നത്. അത് നീ പറയരുത്. അതിനെല്ലാം ഉത്തരവാദി നീ തന്നെയാ. ഞാൻ എന്തോ ചെയ്ത്? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, എടാ എന്നെ നിന്റെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോടാ. നീ കൊണ്ടുപോയോ? അവിടെ കടമുറി പൊളിച്ചിട്ടേക്കുവാ. എടാ, നിനക്ക് കടയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, കടത്തിണ്ടല്ലായിരുന്നല്ലോ കിടന്നുകൊണ്ടിരുന്ന. പിന്നെ ഞാൻ എവിടെ കൊണ്ടുപോവാനാ? ഭാഗ്യം, ഇല്ലെങ്കിൽ എനിക്കൊരു AC മിസ്സായി പോയേനെ. AC മിസ്സായി? കാശുള്ളവർ തന്നെ കിട്ടിയപ്പോ അങ്ങ് പോയല്ലേ. നിന്നെ ഡെയിലി ഞാൻ സിനിമ കാണാൻ കൊണ്ടുപോയിട്ടില്ലേ? ഡെയിലി എവിടാടാ സിനിമ മാറുന്നേ? എല്ലാ വെള്ളിയാഴ്ചയല്ലേ സിനിമ മാറുന്നേ? അപ്പൊ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടല്ലോടി. എത്ര തവണ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് പൈസ മൊത്തം ആരാടാ കൊടുത്തോണ്ടിരുന്നേ? ഞാനല്ലേ പൈസ കൊടുത്തോണ്ടിരുന്നേ? പിന്നെ മൊത്തം നീ പറയുന്നേ? അല്ല, നീ കൂടുതൽ ഇങ്ങനെ പൈസയെ കുറിച്ച് പറയല്ലേ. ഞാനും കുറെ പൈസ കണ്ടിട്ടുണ്ട്. നീ എന്തോ പൈസ കണ്ടിട്ടുണ്ടെന്നാ ഈ പറയുന്നേ? എടാ, 2000-ന്റെ ഒരു ₹1 നോട്ട് എടുത്ത് നിന്റെ കയ്യിലോട്ട് വന്നപ്പോ നീ എന്തോ പറഞ്ഞേ? അടിക്കാത്ത ഓണം ബമ്പർ ആണെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചു കയറി കളഞ്ഞവനല്ലോ. അവൻ വരട്ടെ, നിന്റെ കെട്ടിയവൻ വരും. ഞാൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കൂടി. നീ അങ്ങനൊന്നും ഒന്നും പറഞ്ഞു കൊടുക്കില്ലടാ. പറയും, ഉറപ്പായിട്ടും അങ്ങാര് വന്നു കഴിഞ്ഞ് ഇതെങ്ങാനും കണ്ടോണ്ട് വന്ന എന്നെ ഡൈവേഴ്സ് ചെയ്യുവടാ. സത്യമായിട്ടും പറയാ, അവൻ വന്നാൽ ഇത് ഞാൻ പറഞ്ഞിരിക്കും. നീ എങ്ങാനും പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ പറയും നിന്നെ ജിഞ്ചിൻ ചായി കൊല്ലും. പറയണ ജിഞ്ചിൻ ചായി കൊല്ലൂന്ന്. അങ്ങനെങ്ങാനും ചെയ്താൽ ദൈവം നിന്നെ ചിച്ചിക്കും. ദൈവം ചിച്ചിക്കും. ഞാൻ പറയട്ടെ, നമുക്ക് രണ്ടുപേർക്കും സെയിം വേവ് ലെങ്ത്. നമുക്ക് അങ്ങ് ഒന്നായിക്കൂടെ? കൈയെടുത്ത് ഡൈവേഴ്സ് ചെയ്യൂ, അല്ലെങ്കിൽ എന്നെ ചേട്ടനെ കണ്ടോണ്ട് വന്നു കഴിഞ്ഞു മാറിയിരിക്കും നീ. അയ്യോ, ഇവിടെ നിൽക്കുവായിരുന്നു. അയ്യോ, ചേട്ടൻ അവിടെ പോയേക്കുമായിരുന്നു. ഞാൻ ആ ലിഫ്റ്റിൽ മേലോട്ടും താട്ടും പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മുടെ ബെഡ് അവിടെ നിന്ന് ഇവിടെ നടന്ന് കൂളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പിടിക്കണം. ഹലോ, എന്താ പറ്റി കിടക്കുവാ? പ്രസവിച്ച് കിടക്കുന്നു. കുഞ്ഞാണാന്നോ പെണ്ണാന്നോ? വാ കാണിച്ചു തരാം. കാണിച്ചെന്നാ പെണ്ണാന്നോ ആണാന്നോ എങ്ങനെ തിരിച്ചറിയുന്നത്? ആരടാ തർക്കൂത്തര കൊമേഡിയൻ? നിനക്ക് അങ്ങനെ തന്നെ വേണോടി. നിനക്ക് കിടുക്ക് തർക്കൂത്തര കൊമേഡിയനെ കിട്ടിയേക്കുന്നത്. എന്താ പറ്റിയതാ? അത് എന്നാ ഞാനേ എലിക്കേക്ക് എടുത്ത് കഴിച്ചതാ. മുടിച്ച കൊതിയനായിരുന്നല്ലോടാ നീ. എന്തുവാ എലിക്കേക്ക് എടുത്ത് നിന്നത്? അതല്ലെന്ന്, എലി വിഷം കഴിച്ചെന്ന്. എലി വിഷം കഴിച്ചെങ്കിൽ എലി വന്ന് ഇവിടെ കിടക്കണം, അല്ല നീ അല്ല ഇവിടെ വന്ന് കിടക്കേണ്ടത്. ചേട്ടനോട് ഡോക്ടർ പറഞ്ഞില്ലയോ അധികമായിട്ടൊന്നും സംസാരിക്കരുതെന്ന്? ഡോക്ടർ നിന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടേനായിരുന്നു. അതെ, കുറച്ചു മുമ്പ് ഒരു സാധനം പറഞ്ഞെന്തോ? അല്ല, എലി വന്ന് കിടക്കണം, ഇയാളല്ല ഇവിടെ വന്ന് കിടക്കേണ്ടതെന്ന്. ഇനി അതുപോലത്തുള്ള സാധനങ്ങൾ വല്ലതും ഉണ്ടോ? ചിലപ്പോ വരും, അത്ര സാധനം വരും. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് വാർഡ് മാറി കിടക്കാനാണ്. ഞാൻ അങ്ങോട്ട് വന്നിട്ട് അടിക്കും, ഞാൻ ഇതാ അടിക്കും. അങ്ങനെ എന്തിനാ ഈ ദീപുവിനോടൊക്കെ സംസാരിക്കാൻ പോകുന്നേ? മുമ്പേ സിസ്റ്റർ വിളിക്കുന്ന കേട്ടായിരുന്നു. മുംബൈ സിസ്റ്റർ ദീപു എന്ന് വിളിക്കുന്ന നീ ഇവിടെ കേട്ടോ? അങ്ങനല്ല ചേട്ടാ, ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോഴേ ഒരു സിസ്റ്റർ ചോദിക്കും ഇവിടെ കിടക്കുന്ന ദീപു ഏതാ ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടെന്ന്. അപ്പൊ ഇയാൾ പറയാം അയാളാ ദീപു. എനിക്ക് ഇയാളെ അറിയത്ത പോലും
പോലും ഇല്ല. എനിക്ക് ഒട്ടും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാ ഈ പെങ്ങളിനെ ഇവിടെ വെച്ച് കാണുന്നത് പോലും. മിസ്റ്റർ ദീപു, നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്നു കാണുമ്പോഴാണ് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ദീപു ഒരു കാലത്ത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരണം കേട്ടോ. വരാ എന്താ പേരെന്തായിരുന്നു? എന്റെ പേര് KK ഉത്തമൻ. ഇടുക്ക് പേര്. ഇത് മീനാക്ഷി അല്ലേ? അല്ല, മീനാക്ഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാം. അല്ല, ഇത് കുറച്ചു മുമ്പ് മറ്റേ മുംബൈ കോമഡി ഇല്ലേ, അതുപോലെ ഞാൻ കേട്ടത് സംസാരിച്ചപ്പോ മീനാക്ഷിയാണെന്ന് അറിഞ്ഞതാ. പിന്നെ എന്തു പറ്റിയതാ? ഇയർ ബാലൻസ് തെറ്റിയതാണ്. ഏത് ഇയറാ? 2024. 24. അല്ല, ഏത് ഇയറാന്ന് ചോദിച്ചേ? ഈ ഇയർ ആണോ എന്ന് ചോദിച്ചതാ. അതറിയാൻ വേണ്ടിയില്ല ഇവിടെ വന്ന് കിടക്കുന്നത്. ആണോ? എവിടെ പോയപ്പോഴാണ് ഇങ്ങനെ ഇയർ ആയത്? അതെ, ഞാനും വാവാച്ചിയും. വാവാച്ചിയോ? ഇവളെ ഒരു വാവിന്റെ എന്നാ ഞാൻ കേട്ടോ. എന്നിട്ട് പേരാ വാവേന. ഭാഗ്യം അവൻ ദീപാവലിക്ക് അവളെ കാണാത്തത്. അല്ല, എന്താണ് നിങ്ങൾ എവിടെ പോയെന്നാ പറഞ്ഞേ? കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച ആയില്ലല്ലോ. ഞങ്ങൾ ഈ ഹനുമൂണിന്റെ ഒക്കെ ഭാഗമായിട്ടേ ആ, ബീഹാലാലിലൊക്കെ പോയിട്ടേ വെളിയിൽ ഇങ്ങനെ വട്ടം കറങ്ങി വരുന്നൊരു സാധനമുണ്ട്, തൊട്ടി. അതേ കയറിയപ്പം എനിക്ക് തല കറങ്ങി വീണതാ. അണ്ണ അതിന്റെ മണ്ടേ കേറിയാ? അല്ല, ഇവള് കയറി, അത് കണ്ടിട്ട് ഞാൻ തല കറങ്ങി വീണതാ. അടിപൊളി, പറ്റിയാണ് തന്നെയാണ് നിനക്ക് കിട്ടിയത്. ഇനി ഞങ്ങൾ പോകാതിരിക്കുന്നത് എവിടെന്നറിയാവോ? എവിടെ ഹണിമൂൺ ഇനി നിൽക്കുന്നത്? ബാംഗ്ലൂരിലാ പോകുന്നത് ഞങ്ങൾ ഇനി. ബാംഗ്ലൂർ എന്നാ ചേട്ടാ ഉദ്ദേശിച്ചത്? അവിടെ ഒന്നും പോകണ്ട, അവിടെ ഒരുപാട് പോയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ ആദ്യമായിട്ട് പോവാ. ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം വന്നു. അതെ, ഒരുപാട് ആൾക്കാരുണ്ട്, അതാണ് പറഞ്ഞത്. ഒരുപാട് ആൾക്കാരുണ്ടോ? ആ. ഞാൻ പോകുന്നില്ല, എന്റെ ബാബ എവിടെ മിസ്സായി പോകും. ചേട്ടാ ഞാനേ മുന്തിരി തരട്ടെ ചേട്ടാ. മുന്തിരിതാ. ചേട്ടാ, എന്താ കല്യാണം ഇത്ര അങ്ങ് ലേറ്റ് ആയത്? അതെ, എന്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രായമായിരുന്നു. അപ്പൊ അമ്മയെ നോക്കാൻ കിട്ടിയതായിരിക്കും. അതൊന്നുമല്ല, ഈ പള്ള ചുമ്മാ കൂട്ടാനും കറിക്കാതെ ഉപ്പ് പൊടിയാന്ന് പറഞ്ഞിട്ട് തോപ്പ് പൊടിയൊക്കെ വാരി ഇടുവാന്നേ. അതുകൊണ്ടാ ഇപ്പൊ ഇവളാകുമ്പോ ഉപ്പൊക്കെ ഇട്ട് നല്ല കറിയൊക്കെ ഉണ്ടാക്കി തരുവാ. അതല്ലേ, ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കുമല്ലേ? എന്തൊക്കെ പിന്നെ എനിക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. സാമ്പാർ, അവിയല്, തോരന്. ഇന്നലെ വെച്ച സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? സാമ്പാറായിരുന്നു അത്. അടിപൊളി സാധനമായിരുന്നത്. കൂടുതൽ പാര വെക്കാനായിരിക്കും പുള്ളിക്കാർക്ക് ഇൻട്രസ്റ്റ്. പാര നമ്മള് കറി വെക്കുന്ന സാധനം ഇല്ലയോ? അത് പാരയല്ല, അത് കേര. പാര ആയാലും എന്ത് കേര ആയാലും എന്ത് നമുക്ക് കഴിച്ചാ പോരെ, അല്ലാതെ റേഷൻ കാർഡിനകത്ത് പേര് ചേർക്കാനൊന്നും അല്ലല്ലോ. കോമഡി കോമഡി കോമഡി. അല്ല, എങ്ങോട്ടെങ്കിലും പോണോ? എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പോകാം. എങ്ങനെയും പോകാം. ദീപുവിന് പറഞ്ഞ കൊടുക്കടി. ദീപുവിന് ഞാൻ കൊടുക്കാനോ? ഇവരോട് കൊടുക്കും, നമ്മുടെ ആളല്ലേ, ചെറുക്കല്ലേ, കൊടുക്ക. വിഷം വല്ലതും തന്നെ. അടിപൊളി സാധനം. ഒരു പഴം കൂടെ താങ്ങോ ചേട്ടാ? പഴം അവന് കൊടുക്കും പഴം. ഹലോ മിസ്റ്റർ ദീപു, 1 മിനിറ്റ്, ഞാൻ ബാത്റൂമിൽ പോയിട്ടെ ഷൂ വെച്ചിട്ട് വരാം. ഷൂ മാത്രം ഉണ്ടോ? ചെരുപ്പും കൂടി വേണ്ട വെക്ക്. പോയിട്ട് വരട്ടെ, നമ്മുടെ കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയും. ദീപു, നീ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എങ്ങോട്ടേലും പോടാ. വേറെ ഈ വയ്യാടക്കം ഞാൻ വേറെ ഹോസ്പിറ്റലിലോട്ട് പോകണം. ഞാൻ സ്വർണ്ണമൊക്കെ തരാം, നീ ഇതും കൊണ്ട് പോയി വേറെ വലിയ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും. ചെല്ല്. ഇനി കള്ളൻ എന്നുള്ള പേര് കൂടി എനിക്ക് വേണം, അല്ലേടി? എടാ ദീപു, നീ പറഞ്ഞു കൊടുക്കല്ലടാ. ആ മനുഷ്യൻ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 5-6 ദിവസമേ ആയിട്ടുള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജീവിതം തൊലഞ്ഞിട്ട് ഞാൻ വരുമ്പോ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കരുത്. പറയും. പറയുവോ? പറയും. പറഞ്ഞോ നിന്നെ ഞാനുണ്ടല്ലോ. ഞാൻ പറയും. പറയല്ലടാ ദീപു. ബാ, ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോ. അതിനല്ല, ഞാൻ അണ്ണൻ്റെ അടുത്ത് ഒരു കാര്യം പറയണം. ഞാൻ വന്നപ്പോ മുതലേ ഒരു പെണ്ണ് എന്നെ പ്രേമിച്ചെന്ന് പറഞ്ഞില്ലേ? അവളൊന്നും ഗുണം പിടിക്കത്തില്ല, അവളൊന്നും. അത് ആരെന്നറിയാമോ? ആരാ? അണ്ണന്റെ ഈ നിൽക്കുന്ന ഭാര്യ. ബാവേ, പ്രായമായപ്പോഴും ഞാൻ കല്യാണം കഴിച്ച എന്തിനാന്നറിയാമോ? ഗമ കാണിക്കാൻ. എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേടി? നിന്നോട് ഞാനൊന്നും ചോദിക്കത്തില്ല, ഇവരോട് ഞാൻ ചോദിക്കും. സത്യമാണോ ഇതൊക്കെ? സത്യമായിട്ട് ഞങ്ങള് തമ്മിൽ പ്രേമത്തിലായിരുന്നണ്ണാ. ഇതൊന്നും ആരോടും പറയല്ലോ, എനിക്ക് ഭയങ്കര നാണം കേടാ.